ഹലോ ഗായ്സ്, ലൈഫ് വിത്ത് ഫണ്ടൻസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കൊച്ചപ്പൂന് കൂസ് കൊടുക്കാൻ പോവുകയാണ്. അല്ല കൊച്ചപ്പൂന്ന് പോളിയോ കൂസ് കുടിക്കാൻ പോവുകയാണ്. കൊച്ചപ്പന്റെ ആദ്യത്തെ പോളിയോ ആണ്. എങ്ങനെയെന്ന് അറിയത്തില്ല. കോട്ടിട്ട ആൾക്കാരെ വണ്ടി ഉണ്ട് കൊച്ചപ്പന്റെ കാറില്. അപ്പൊ ഇപ്പൊ കോട്ടിട്ടവരെ കാണുമ്പോ കൊച്ചപ്പനൊരു പേടിയാണ്. എങ്ങനെയെന്ന് അറിയത്തില്ല. കൊച്ചപ്പന്റെ റിയാക്ഷൻ. മിഠായി വാങ്ങിക്കണം. മിഠായി വാങ്ങിക്കാം. വാങ്ങിക്കും. മിഠായി വേണോ നിങ്ങൾക്ക്? പിന്നെ എന്നതാ, പിന്നെ പോളിയോ കൂസ് കുടിക്കും കൊച്ചാപ്പു. ഗുഡ് ബോയ് ആയിട്ട് അല്ല കൊച്ചാപ്പു? കുടിക്കൂല കൊച്ചു? കുടിക്കൂലേ? കൊച്ചാപ്പ് ഇങ്ങനെ വെച്ചിട്ട് കൂസ് കുടിക്കും അല്ല പൊന്ന. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. സോപ്പിടാനായിട്ട് ഒരു മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം അവിടെ എത്തിയിട്ട് കൊച്ചപ്പന്റെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടെന്ന്. നമ്മടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാനിപ്പോ എന്റെ വീട്ടിലാ. അപ്പൊ ഇവിടെ കൂട്ടുകാട് ഹെൽത്ത് സെന്ററിലാ പോകുന്നേ. അതേ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു. ഇതേ നമ്മള് സ്ഥലത്താറായി. ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 2 മിനിറ്റ് പോലും വേണ്ട. ഇവിടുന്ന് വണ്ടിക്കാണെങ്കിൽ എത്തി. കുരിശുണ്ട്. ഇവിടെ കുരിശുണ്ട്. ചോദിച്ചപ്പോ അവിടെയുണ്ട്. ഇതേ നമ്മള് എത്തി. ഹെൽത്ത് സെന്റർ എത്തി. കൂസ് കുടിക്കാൻ കണ്ടോ. ആ ചേട്ടന് കൂസ് കുടിക്കാൻ വന്നതാണ് കൊച്ചപ്പി. നമ്മളവിടെ എത്തി. കൂസ് കുടിക്കാൻ ഞങ്ങൾ വന്നു. ഇവിടെയാണ് വന്നത്, കൂട്ടുകാട്. ഞാൻ പിടിക്കണോ നീ എടുക്കോ? ബലൂണൊക്കെ ഉണ്ട്. ഈച്ചയാണല്ലോ നിറച്ച്. ഇതാണ് പോളിയോ ദിനം. എല്ലാവരും എടുക്കണം കേട്ടോ. കൊച്ചപ്പന് പോളിയോ കൊടുക്കാൻ. വിഷയം കഴിഞ്ഞു കരയാതെ. സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? കണ്ണൊക്കെ നിറഞ്ഞ് കഴിഞ്ഞു. അതാ പിന്നെ ഇതടുത്ത ആൾ പോളിയോ കുടിക്കാൻ വന്നിട്ടുണ്ട്. പോളിയോ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. കൊച്ചപ്പന് അവിടെ ബലൂൺ കണ്ട് ബലൂൺ വേണം. അപ്പൊ കൊച്ചപ്പന് നമ്മ സുനിച്ചേണ്ട കടയിൽ നിന്ന് ബലൂൺ വാങ്ങിക്കൊടുക്കും. അവിടെ നിന്ന് മിഠായി കിട്ടി കൊച്ചപ്പന്. ഉണ്ടോ, കരയുന്ന പിള്ളേർക്ക് മാത്രം. അപ്പൊ കൊച്ചപ്പന്റെ ഫസ്റ്റ് പോളിയോ എനിക്കറിയായിരുന്നു കൊച്ചപ്പ് കരയുമെന്ന്. ഉറപ്പായിരുന്നു. ഓർക്കുന്നില്ലേ, ജയാന്റിയുടെ കൂടെ കുത്തിവെപ്പം പോളിയോ. ശരി. പക്ഷെ കുത്തിവെപ്പില്ലാതെ അതിന്റെ പോളിയോ അല്ലേ കൊച്ചപ്പു? അതെന്നാ കൊച്ചപ്പു? നമ്മള് തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോ കൊച്ചപ്പുന് ജെംസ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വാങ്ങി കൊടുക്കണം. അങ്ങനെ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അമ്മ പിന്നെ നമ്മ പറയുമ്പോ വിചാരിക്കത്തില്ലേ, ഇവര് വാങ്ങിയൊന്നും തരത്തില്ല, ചുമ്മാ നമ്മളെ പറ്റിക്കുന്നതൊന്നും. അതുകൊണ്ട് കൊച്ചപ്പന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞാല് എന്തായാലും വാങ്ങിക്കൊടുക്കാറുണ്ട്. ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ആ തെറ്റിദ്ധാരണ വരും. ഇവര്
തരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കുവാണ്, വാങ്ങി തരത്തില്ലെന്ന്. അതുകൊണ്ട് ബലൂണും വാങ്ങിക്കൊടുക്കണം. പിന്നെ എന്നാ വേണം കൊച്ചാപ്പിക്ക്? ജെംസ് മിഠായിയും വേണം. ഇന്നലെ വാങ്ങിച്ച ഒരു ജെംസിന്റെ കവറും പിടിച്ചിരിക്കുന്നുണ്ട്. ഇന്നലെ 3 ജെംസ്, ഒരു ജെംസ് അല്ല. സുചേട്ടന്റെ കടയെത്തി. ഈ കട എനിക്ക് ഒത്തിരി നൊസ്റ്റാൾജിയ ഫീലുള്ള എന്റെ സുനിച്ചേട്ടന്റെ കടയിൽ നിന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ സുനിച്ചേട്ടന്റെ കട. ചെറുപ്പത്തിലേ തുടങ്ങി ഞാനിവിടെ വരുന്നതാണ്. കൊച്ചാപ്പൂന് എന്നാ വേണ്ട? ജെംസോ? ചീയേ ആ ബോളില് ജെംസ് ഉണ്ടോ? ഒരു സർബത്തും കുടിച്ച് ഒരു വടയും തിന്ന് ജെംസും വാങ്ങി ബലൂണും വാങ്ങി നമ്മളത് തീർന്നു പോയി. ഓ അയ്യോ, അത്ര വലുതായി കൊടുക്കണ്ടോടെ ചെറുതായി. ജെംസ് മിഠായി, കൊച്ചപ്പന് ജെംസ് മിഠായി. കഴിഞ്ഞപ്പോ ഞങ്ങള് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഇന്ന് കൊച്ചപ്പന്റെ പോളിയോ ഒക്കെ കൊടുത്ത് സെറ്റായി. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്ര ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ. ബൈ പറഞ്ഞു. ബൈ ബൈ. കൊച്ചപ്പ ബൈ പറഞ്ഞേ. പുറത്തേക്ക് നോക്കിയാണ് ആരോടോ ബൈ പറയണ്ടത്. ബൈ.